ഇപ്പൊ കഴിഞ്ഞ ദിവസം സെറിയില് ജെമിനി വരികയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയൊക്കെ പുറത്തു വരുന്നു. ഞാൻ തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോയും ചെയ്തിരുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ ഗൂഗിൾ പുറത്തുവിട്ട വേറെ സംഭവമായിരുന്നു പേഴ്സണൽ ഇന്റലിജൻസ് പറഞ്ഞ ഫീച്ചർ. ബേസിക്കലി പണ്ട് നമ്മൾ ഈ ടോണി സ്റ്റാർക്ക് ജാർവിസിനോട് സംസാരിക്കുമ്പോൾ ജാർവിസ് ടോണി സ്റ്റാർക്കിന് വേണ്ട രീതിയിൽ ഉത്തരം പറയലും ആ ഒരു ഹോൾ കൂൾ AI കൺസെപ്റ്റ് ഒക്കെ നമ്മളെ മാർവൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത് ഏതാണ്ട് അക്കണക്കിനുള്ള ഒരു സാധനമാണ്. ബേസിക്കലി ഗൂഗിൾ എന്താ അനൗൺസ് ചെയ്തെന്ന് വെച്ചാൽ ജെമിനിയിലെ പേഴ്സണൽ ഇന്റലിജൻസ് പറഞ്ഞ ഒരു ഫീച്ചർ വരാൻ പോകുന്നു. മറ്റ് ഗൂഗിൾ പ്രൊഡക്ട്സ് ആയിട്ടുള്ള യൂട്യൂബ്, ഗൂഗിൾ സെർച്ച് അല്ലെങ്കിൽ ജിമെയിൽ, നിങ്ങളുടെ വെബ് സെർച്ച് എന്നുള്ള ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ ജെമിനി യൂസർ ലിങ്ക് ആവുന്നു. ഇപ്പൊ നിങ്ങൾ ജെമിനി എല്ലാം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്താണല്ലോ യൂസ് ചെയ്തത്. അതേ ഗൂഗിൾ അക്കൗണ്ടിന് മറ്റ് പ്ലാറ്റ്ഫോം ഇൻഫർമേഷൻസ് ഇതിലേക്ക് ലിങ്ക് ആയി വരികയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് ടൈലർ ആയിട്ടുള്ള ഉത്തരങ്ങൾ ഓട്ടോമാറ്റിക്കലി വരികയാണ്. കറന്റ് ഇത് US ഓൺലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ഓപ്റ്റ് ഇൻ ഫീച്ചറാണ്. നിങ്ങൾ പോയിട്ട് സ്പെസിഫിക്കലി ഇത് ഓൺ ചെയ്യണം, ഡീഫോൾട്ട് ഓഫ് ആയിരിക്കും. പക്ഷെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കണം, ഓക്കെ എനിക്കൊരു പുതിയ കാർ വേണം എന്ന് ജെമിനിയോട് ചോദിക്കുമ്പോൾ ജെമിനി ബേസിക്കലി നിങ്ങളുടെ ഹോൾ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ നോക്കും. ഇപ്പൊ നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ നിങ്ങളുടെ വെബ് സെർച്ച് ഹിസ്റ്ററി, യൂട്യൂബ് ഹിസ്റ്ററി ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതോട് തന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കാറാണ് വേണ്ടയോ, എന്ത് ടെറൈനിൽ ഓടുന്ന കാറാണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ഇലക്ട്രിക് ആണോ മറ്റേതാണോ ഇതൊക്കെ മനസ്സിലാക്കി, അതായത് ഗൂഗിൾ സെർച്ചിന്റെ ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഇപ്പോൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് കാറിനെ കണ്ടുപിടിച്ച് അതിന്റെ വിലയൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഉത്തരം തരുന്നു. നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ച് ആ ഒരു ഉത്തരം നാരോ ഡൗൺ ചെയ്യുന്നതിന് പകരം ഒറ്റയടിക്ക് നിങ്ങൾക്ക് വേണ്ട ഉത്തരം തരുന്നു. സോ ദിസ് സൗണ്ട്സ് വെരി അമേസിങ്, പക്ഷെ ഇറ്റ്സ് ഓൾസോ വെരി ക്രീപ്പി അല്ലേ? കാരണം നമ്മൾ കുറച്ച് വർഷം മുന്നേ നമ്മൾ കണ്ട അല്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ വളർന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ തരുന്ന ഒരു ലെവലിലെത്തി. ഇതിന്റെ ഡാറ്റ പ്രൈവസി കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഗൂഗിൾ പറയുന്നത് അവർ ട്രെയിൻ ചെയ്യുന്ന ഇൻഫർമേഷൻ ഒക്കെ നിങ്ങളുടെ ചാറ്റും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ മുന്നേ ജെമിനിയായിട്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വെച്ച് ട്രെയിൻ ആവുന്നില്ല. നിങ്ങളുടെ ജിമെയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് സെർച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസോ ഉപയോഗിച്ച് അവർ ട്രെയിൻ ആക്കുന്നില്ല. നിങ്ങളുടെ ചാറ്റ് വരുന്ന ഇൻഫർമേഷന്റെ പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ, നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് ട്രെയിൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ഡേറ്റ സെറ്റ് ആണ്. പിന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഗൂഗിളിൽ കടക്കുന്ന നിങ്ങളുടെ ഡീറ്റെയിൽസ്, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഗൂഗിളിൽ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഉത്തരം തരുന്നു എന്ന് മാത്രം, ട്രെയിനിങ് നടക്കുന്നില്ല. സോ ദിസ് ഇസ് ദ ഹോൾ തിങ് ബിഹൈൻഡ് പേഴ്സണൽ ഇന്റലിജൻസ്. എന്തായാലും ഇറ്റ് സൗണ്ട്സ് വെരി ക്രീപ്പി. കാരണം കുറച്ച് കാലം മുന്നേ ഇതൊക്കെ സൈഫൈ ആയിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഇത് റിയൽ ആയി തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും റോൾ ഔട്ട് ആവും. കറന്റ് ജെമിനി ഓൺ iOS, ആൻഡ്രോയിഡ്, മാക് ആൻഡ് PC US ഓൺലി ആയിട്ടാണ് റിലീസ് ആയിക്കണേ. എന്നാലും കുറച്ച് കാലം കഴിഞ്ഞാൽ അത് എല്ലായിടത്തും എത്തും. അപ്പൊ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫണ്ണായിരിക്കും. എനിവേസ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ജോലിയൊന്നും പോകാതിരിക്കട്ടെ. ഓക്കെ.